മധ്യ കേരളത്തിൽ ചിത്രം വ്യക്തമായതോടെ പ്രചരണ രംഗം ചൂടുപിടിക്കുകയാണ്. ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ ഒന്നാം ഘട്ട പ്രചരണം പിന്നിട്ട് കുടുംബയോഗങ്ങളിലേക്ക് കടന്നു. UDF സ്ഥാനാർത്ഥികൾ ഇന്നു മുതൽ പ്രചരണ രംഗത്ത് ഇറങ്ങിത്തുടങ്ങി. എറണാകുളത്തെ LDF സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചർ ഒന്നാം ഘട്ട പ്രചരണം പൂർത്തിയാക്കി രണ്ടാം ഘട്ടമായ കുടുംബയോഗങ്ങളിലേക്ക് കടന്നു. കടമക്കുടി, പുതുവൈപ്പ്, കാളമുക്ക്, എളങ്കുന്നപ്പുഴ എന്നിവിടങ്ങളിലാണ് ഇന്ന് കുടുംബയോഗങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. വല്ലാർപാടത്തും മുളവുകാടും പ്രാദേശിക കൺവെൻഷനുകളും ഇന്ന് നടക്കും. UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ പ്രമുഖരെ കണ്ട് പിന്തുണ തേടുന്ന തിരക്കിലാണ്. കോട്ടയത്തെ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ രാവിലെ വൈക്കം, കോട്ടയം മണ്ഡലങ്ങളിലെ വിവിധ പ്രദേശങ്ങളിലെത്തി വോട്ടർമാരെ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. വൈകിട്ട് LDF പാർലമെൻറ്റ് മണ്ഡലം കൺവെൻഷൻ കോട്ടയത്ത് നടക്കും. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജും മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വോട്ടർമാരെ നേരിൽ കണ്ടു. പാലാ, ഏറ്റുമാനൂർ പ്രദേശങ്ങളിലായിരുന്നു ഫ്രാൻസിസ് ജോർജിൻ്റെ പ്രചരണം. ആലപ്പുഴയിൽ AM ആരിഫിൻ്റെയും മാവേലിക്കരയിൽ CA അരുൺകുമാറിൻ്റെയും പ്രചരണം പുരോഗമിക്കുകയാണ്. UDF സ്ഥാനാർത്ഥി KC വേണുഗോപാൽ പ്രചരണത്തിനായി ആലപ്പുഴയിലെത്തി. അരൂരിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോയോടെയാണ് KC വേണുഗോപാൽ പ്രചരണം തുടങ്ങിയത്. ഇടുക്കിയിൽ LDF സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് മറയൂർ മേഖലയിലാണ് ഇന്ന് പര്യടനം. വൈകിട്ട് മറയൂർ ടൗണിൽ സംഘടിപ്പിച്ചിരിക്കുന്ന റോഡ് ഷോയിലും സ്ഥാനാർത്ഥി പങ്കെടുക്കും. UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് ആദ്യ റൗണ്ട് പര്യടനം ആരംഭിച്ചു. ചാലക്കുടിയിലെ LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ് കൊടുങ്ങല്ലൂർ മേഖലയിലും UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ അങ്കമാലി മേഖലയിലുമാണ് ഇന്ന് പര്യടനം. UDF മണ്ഡലം കൺവെൻഷൻ ഇന്ന് വൈകിട്ട് അങ്കമാലിയിൽ പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യും. തൃശ്ശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ഒല്ലൂർ, പുതുക്കാട് മേഖലകളിലാണ് ഇന്ന് പ്രചരണം. വൈകിട്ട് 2 പ്രാദേശിക കൺവെൻഷനുകളിലും സ്ഥാനാർത്ഥി പങ്കെടുക്കും. UDF സ്ഥാനാർത്ഥി K മുരളീധരൻ ആദ്യഘട്ടമായി പ്രമുഖ വ്യക്തികളെ കണ്ട് പിന്തുണ തേടുകയാണ്. ഗുരുവായൂർ ക്ഷേത്രവും സ്ഥാനാർത്ഥി സന്ദർശിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.